കണ്ണൂർ അഴീക്കോട് മീൻകുന്ന് സ്വദേശിയായ കെ സുനിലിന്റെ വീട്ടുമുറ്റത്തെ പ്രാവുംകൂട് തകർത്ത് വളർത്തുപ്രാവുകളെ കഴുത്തറുത്ത് കൊന്ന നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് നാടിനെ ഞെട്ടിച്ച ഈ സംഭവം പുറം ലോകമറിയുന്നത്. സുനിലിന്റെ മകൻ സി അനുരാഗും സുഹൃത്തുക്കളായ ഉജ്വൽ, അനുവിന്ദ് എന്നിവരും ചേർന്ന് കഴിഞ്ഞ 8 വർഷമായി അതീവ താല്പര്യത്തോടെ വളർത്തിയിരുന്ന പ്രാവുകളെയാണ് ശത്രുതയുടെ പേരിൽ അറുത്തുകൊന്നത്. ഇത് വിൽക്കണം പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഇവര് അധികം വിറ്റിട്ടായിട്ടും അവർക്ക് പൈസ കൊടുത്തു. അപ്പൊ പൈസ കൊടുത്തതിന് ശേഷം നമുക്ക് പൈസയല്ല വേണ്ട, പ്രാവിനെ എന്നാ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവര് തമ്മിൽ അപ്പുറം വാക്കായി. അതാണ് പ്രാവിനെ ആയാലും തരാമെന്ന് പറഞ്ഞു. ഇവരപ്പുറം ഇപ്പുറം തമ്മിൽ വർത്താനായിട്ട് അൻവിന്ദിനെയും ഇവരെല്ലാം പോയിട്ടായിരുന്നു അടിച്ച്. മത്സരപ്രാവുകളെയും അലങ്കാരപ്രാവുകളെയും വളർത്തുന്നതായിരുന്നു ഈ യുവാക്കളുടെ പ്രധാന വിനോദം. ഏകദേശം 51 പ്രാവുകളാണ് ആകെ ഉണ്ടായിരുന്നത്. ഇതിൽ 8 ജോഡി മുതിർന്ന പ്രാവുകളെയും 20 കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെ 36 എണ്ണത്തെയാണ് അക്രമികൾ കൊന്നൊടുക്കിയത്. കൂടിന്റെ പൂട്ട് തകർത്ത് അകത്തു കയറിയ അക്രമികൾ ഓരോ പ്രാവിനെയും പിടികൂടി കഴുത്തറത്ത ശേഷം സമീപത്തെ വയലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. രാവിലെ സുനിലിന്റെ ഭാര്യ വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് പ്രാവുകൾ ചത്തുകിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ മകനെയും സുഹൃത്തുക്കളെയും വിവരം അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പ്രാവുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നാട്ടിലെ ഒരാളുമായി ഇവർക്ക് വാക്കുതർക്കമുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഈ തർക്കത്തിന്റെ തുടർച്ചയായാണ് വൈരാഗ്യം തീർക്കാൻ പ്രാവുകളെ കൊന്നതെന്നാണ് വീട്ടുകാർ സംശയിക്കുന്നത്. മിണ്ടാപ്രാണികളോട് കാണിച്ച ഈ ക്രൂരതയ്ക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്നും കരുതപ്പെടുന്നു. 10,000-കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടത്തിനപ്പുറം വർഷങ്ങളായി താലോലിച്ച് വളർത്തിയ പക്ഷികളുടെ വിയോഗം ആ യുവാക്കളെ മാനസികമായി തളർത്തിയിരിക്കുകയാണ്. സംഭവം അറിഞ്ഞയുടൻ വളപട്ടണം പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മൊഴികൾ അടിസ്ഥാനമാക്കിയും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മിണ്ടാപ്രാണികളോട് ഇത്തരത്തിൽ ക്രൂരത കാണിച്ചവർക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം, മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്ന നിയമപ്രകാരം കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.